നമസ്കാരം. കഴിഞ്ഞ ഒരു 10-14 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയോളമായി കേരളത്തിൽ ഒരു അൻവർ യുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗോത്രഭ്രഷ്ടനായ CPM എന്ന ഗോത്രവർഗ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓടിയൊളിക്കുന്ന ഒരു അൻവറും അതോടൊപ്പം തന്നെ അൻവർ എന്ന ബോംബിനെ എങ്ങനെ നിർവീര്യമാക്കാമെന്ന ചിന്തയിൽ നടക്കുന്ന CPM നേതാക്കളും എല്ലാം ദിനേന വാർത്താമാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും ഇടവിട്ട് ഗുളിക കഴിക്കുന്നത് പോലെ PV അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തന്നെ അതിനെ എതിർത്തുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. പാർട്ടി നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടറിയും ഓരോ മന്ത്രിമാരും മുതിർന്ന CPM തലവന്മാരും എല്ലാം ഇങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ നടത്തി മരിക്കുകയാണ്. കേരളത്തിലെ CPM-ഉം അവർ നേതൃത്വം നൽകുന്ന LDF-ഉം സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി കാലത്തുകൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. CPM-നെ പോലൊരു പാർട്ടിക്ക് പ്രതിസന്ധികൾ പുത്തിരിയൊന്നുമല്ല. എന്നാൽ ഇവിടെ പ്രതിസന്ധിയുടെ സ്വഭാവമാണ് ഇപ്പോൾ ഇവരെ വ്യത്യസ്തമാക്കുന്നത്. സ്വന്തം ആലയിൽ നിന്നുള്ള ഒരു അപ്രസക്തൻ തങ്ങളെ ഈ വിധം ചുറ്റിക്കുമെന്ന് ഇടത് കണിയാന്മാർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. തെല്ല് തമാശയിൽ തുടങ്ങിയ PV അൻവർ MLA-യുടെ ആരോപണങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗോത്രത്തെ ഒന്നാകെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. ഗോത്രത്തലവിന് പിന്നാലെ ഒറ്റക്കെട്ടായി നേതാക്കളെല്ലാം രംഗത്തിറങ്ങിയത് അതുകൊണ്ടാണെന്ന് വ്യക്തം. അൻവറിന്റെ പോരാട്ടം ജയസാധ്യത കുറഞ്ഞ ഒന്നായി ശരിക്കും പറഞ്ഞാൽ അത് പരിണമിച്ച് വരികയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അല്ലെങ്കിലും ചാവേറുകൾ ജനിച്ച ചരിത്രം ഇന്ന് വരെയില്ല. ചോര വർണ്ണം മരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വിധി. അതായത് മാമാങ്കത്തിൽ പോലും ചാവേറായി പോകുന്നവൻ തിരിച്ചു വന്നതായിട്ട് പറയുന്നത് അപൂർവം ചില സംഭവങ്ങളിലാണ്. ബാക്കി എല്ലാവരും അവിടെ തന്നെ മരിച്ചു വീഴുന്ന കാഴ്ചയാണ്, ആ യുദ്ധഭൂമിയിൽ അല്ലെങ്കിൽ ആ പോരാട്ട വേദിയിൽ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളീയ പൊതുബോധത്തിൽ PV അൻവർ എന്ന പേരിന് അത്ര നല്ല വിലാസമല്ല പൊതുവിലുള്ളത്. അൻവറിന്റെ കച്ചവടത്തിനും രാഷ്ട്രീയത്തിനും എന്നും വിവാദങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു. അതായത് വാമൊഴി വഴക്കങ്ങളുടെ പേരിലും ഇദ്ദേഹം കുപ്രസിദ്ധനാണ്. തനിക്ക് അനഭിതരായവരെ എല്ലാവരെയും അധിക്ഷേപിക്കുന്നതിൽ നിലമ്പൂർ MLA ഒരിക്കലും പിശുക്ക് കാട്ടിയിരുന്നില്ല. അതിന് പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും മാനദണ്ഡവുമായിരുന്നില്ല. നല്ലൊരു ഷോമാനാണ് മിസ്റ്റർ PV അൻവർ. ഉശിര്, ആണത്തം, പ്രതികാരം, പരിഹാസം തുടങ്ങിയ ആണിൻ്റെ അധികാര ഗുണങ്ങളെല്ലാം അദ്ദേഹം അണികൾക്കിടയിൽ വല്ലാതെ പ്രസരിപ്പിച്ചിരുന്നു. മാസ് ആക്ഷൻ ഡയലോഗുകളും അതോടൊപ്പം തന്നെ പെരുമാറ്റവും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും എപ്പോഴും അദ്ദേഹം ചുറ്റുമുള്ളവർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. ഇത് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനെ രാഷ്ട്രീയ മാറ്റത്തിനും പ്രാപ്തമാക്കാൻ അൻവറിനെ സഹായിച്ചത്. ഇടത് ആവാസ വ്യവസ്ഥയിൽ ഇരിക്കുകയും അതിൽ നിന്ന് പ്രശ്നമാവുകയും ചെയ്യുകയെന്നാൽ കേരളത്തിൽ അത് അത്ര സുഖമുള്ള കാര്യമല്ല. അതായത് അൻവറിൻ്റെ നഷ്ടം കേരളത്തിൻ്റേത് കൂടിയായി മാറുന്ന കാഴ്ചയിലേക്കാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രസക്തമായ പല വാദങ്ങളും കെട്ടുപൊട്ടിയ പട്ടം പോലെ അലയാൻ പോവുകയാണ്. അൻവറിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കടന്നുപോയാൽ അതിൽ നിറയെ പലതരം ശകാരങ്ങളും പരിഹാസങ്ങളും വെല്ലുവിളികളും ഒക്കെ കാണാനാകും. ഒരു ജനപ്രതിനിധിയുടെ മാന്യതയിൽ അൻവർ ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്ന് വേണം ഭൂരിഭാഗം സമയത്തും നമ്മൾ മനസ്സിലാക്കാൻ. എന്നാൽ CPM-ന്റെ കാര്യത്തിൽ അദ്ദേഹം കരുതലുള്ള ആളായിരുന്നു. അൻവറിന്റെ ഭ്രമകൽപ്പനകളിലെ സൂര്യതേജസ് എന്നും പിണറായി വിജയനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. തനിക്ക് എത്തേണ്ട ഉയരമായി അദ്ദേഹം ഒരുപക്ഷെ പിണറായി വിജയനെ സങ്കല്പിച്ചിരിക്കാം എന്നും കരുതാം. നിലമ്പൂരിലെ ഇരട്ടച്ചങ്കനായി തൻ്റെ മനോരാജ്യങ്ങളിൽ അദ്ദേഹം എപ്പോഴെങ്കിലും വിരാജിച്ചിരിക്കാം. പാർട്ടിയും മുഖ്യമന്ത്രിയും വിട്ടൊരു കളിയും അൻവർ ഇതുവരെ കളിക്കാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണെന്ന് വ്യക്തം. ഒരു MLA ജീവിക്കാനായി വിദേശ രാജ്യമായ ആഫ്രിക്കയിൽ സ്വർണം ഖനനം ചെയ്യാൻ പോകുന്നു എന്നത് മലയാളിക്ക് വളരെ കൗതുകമേറിയ ഒരു കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയം വലിയ ഖനന സാധ്യതയുള്ള മേഖലയായി മുന്നിൽ തന്നെ ഒരു നിധിയായി മുന്നിലുള്ളപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ജീവിക്കാനായി ആഫ്രിക്കയിലേക്ക് സ്വർണം ഖനനം ചെയ്യാൻ പോയ ഒരു MLA-യാണ് PV അൻവറിലൂടെ നമ്മൾ കണ്ടത്. അൻവർ എന്നും അങ്ങനെയായിരുന്നു. വേറിട്ട വഴികളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയത്തെയും സഞ്ചാരം. അതായത് സിയർ ലിയോണിയിൽ തങ്ങളുടെ അമ്പുക്ക കുഴിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ ശേഖരം അണികളെയും പുളകിതരാക്കിയിരുന്നു. ഒന്നും രണ്ടുമല്ല, 20,000 കോടിയുടെ സ്വർണമാണ് വരാൻ പോകുന്നതെന്നും ഇടയ്ക്ക് അൻവർ പറഞ്ഞതും കൗതുകമായി. തനിക്കെതിരെ വ്യാജ വാർത്തകൾ ചെയ്ത മാധ്യമങ്ങളാണ് ആഫ്രിക്കയിലേക്കുള്ള ചുവടുമാറ്റത്തിനെ പ്രേരിപ്പിച്ചതെന്ന ആരോപണവും അദ്ദേഹം വലിയ തോതിൽ ഉന്നയിച്ചിരുന്നു. കക്കാടംപൊയിലെ പാർക്ക് നടത്താൻ അനുവദിക്കാതെയും മറ്റ് ബിസിനസ്സുകൾ പൂട്ടിച്ചും തന്നെ പൊറുതിമുട്ടിച്ച മാധ്യമങ്ങളോട് അടങ്ങാത്ത കലിയായിരുന്നു PV അൻവറിനത്. കുറെ കാലത്തേക്ക് ഈ കലിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു.
നിരന്തരം മാപ്രകളെ ഫള്ളു പറഞ്ഞുള്ള കുറിപ്പുകൾ അൻവർ സമൂഹ മാധ്യമങ്ങൾ തുടർച്ചയായി ഇട്ടുകൊണ്ടേയിരുന്നു. മാപ്രകൾക്ക് LCയും ബ്രാഞ്ച് കമ്മിറ്റിയും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു വലിയ ആഗോള പ്രശ്നമായി ഒന്നും മാറിയില്ല. ആരും അയാളെ തടയാൻ എത്തിയതുമില്ല. നിരന്തര പോരാട്ടമായിരുന്നു അൻവറിന് എന്നും ജീവിതം. ചില മനുഷ്യർ അങ്ങനെയാണ്. പോരാട്ടങ്ങളിൽ നിന്നാണ് അവർ ഊർജം കണ്ടെത്തുന്നത്. ചുറ്റും നിരന്തരം പ്രതിസന്ധികൾ സൃഷ്ടിച്ചാവും അവർ മുന്നേറുക. പ്രതിസന്ധി ഇല്ലാതായാൽ അവർക്ക് ശ്വാസം മുട്ടും പോലെയാണ് തോന്നുക. രക്തത്തിൽ അലിഞ്ഞ ഒരു സമരോത്സുകതയാണ് മറ്റൊരു തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പലപ്പോഴും നാട്ടുകാർ ഇങ്ങനെ തമാശയായിട്ട് പറയുന്ന കേൾക്കാം, യുദ്ധമില്ലാതാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനുണ്ടാകുന്ന ഒരു മൂഡ് ഓഫ്, അല്ലെങ്കിൽ വല്ലാത്ത ഒരു വീർപ്പ് മുട്ടല്, മൊത്തം എല്ലാത്തിനോടും ഒരു വിരക്തി, ഇതൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ PV അൻവറിന് എപ്പോഴും എന്തിനോടെങ്കിലും സമരം ചെയ്തുകൊണ്ടേയിരിക്കണം. അൻവർ പറയുന്നതും ചെയ്യുന്നതും ലളിതമായ കാര്യങ്ങളാണ്. ചിന്തിക്കുന്ന പോലെ തന്നെ പറയുകയും അത് തന്നെ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് PV അൻവർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതിൽ ശുദ്ധതയുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ അല്പം മണ്ടത്തരവും ഉണ്ടാകാറുണ്ട്. എല്ലാം എല്ലായിടത്ത് പറയാനും ചെയ്യാനും കഴിയില്ല എന്നുള്ളതാണ് ആ ഒരു പ്രശ്നം. അൻവറിനത് മനസ്സിലാക്കാൻ അധിക താമസം വരികയും ഇല്ല എന്ന് തന്നെയാണ് നിരീക്ഷകർ തന്നെ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഗോത്ര വർഗ സംവിധാനമാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി. ശക്തവും വിശാലവും ശിക്ഷാബദ്ധവുമാണ് അവരുടെ രീതികൾ. സൗഭദ്രമെന്ന് തോന്നുന്ന തങ്ങളുടെ ഗോത്രഘടനയിൽ എന്തെങ്കിലും ഒരു വിള്ളലുണ്ടാക്കിയാൽ, ഏതെങ്കിലും ഒരാൾ അതിനെതിരെ ശബ്ദമുയർത്തിയാൽ പ്രതികരിക്കാനുള്ള സംവിധാനം അവർ എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതികരണം ഏകവും അക്രമാസക്തവുമായിരിക്കും. അൻവർ സ്വയം കൽപ്പിച്ചിരുന്ന ലക്ഷ്മണ രേഖ ഇപ്പോൾ മറികടന്നിരിക്കുകയാണ്. അയാളുടെ പോരാട്ടത്തിന്റെ ക്യാൻവാസിലേക്ക് മേൽപ്പറഞ്ഞ ഗോത്രവർഗ സംവിധാനം തന്നെ കടന്നു വന്നിരിക്കുന്നു. പുറത്തുള്ളവരുടെ വിമർശനങ്ങളെക്കാൾ ഗോത്രങ്ങളെ വിരൽ പിടിപ്പിക്കുക, ഉള്ളിലെ കലാപങ്ങളാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. സാധാരണഗതിയിൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഇത്തരക്കാർക്ക് നൽകാറില്ല. പാർട്ടിയോടൊപ്പമായിരുന്നപ്പോൾ അതിൻ്റെ ശക്തിയും രണോത്സുകതയും ആവോളം ആസ്വദിച്ചിരുന്നയാളാണ് അൻവർ. CPMലെ ഗോത്രാചാരങ്ങളുടെ സംരക്ഷകനായ മുഖ്യമന്ത്രിയുടെ രീതികൾ അൻവറിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും സൈബറിടങ്ങളിലുമുള്ള പാർട്ടി അണികളും നേതാക്കളും അൻവറിനെ പഞ്ഞിക്കിടാൻ തുടങ്ങിയിരിക്കുന്നു. അത് അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സംഘടിത ശക്തിയുടെ കരുത്തും രൗദ്രതയും അയാൾ നേരിട്ട് അറിയുന്നയാളാണ്. ഒപ്പം നിന്നവരുടെ ഭാവമാറ്റങ്ങൾ അയാളെ അതിശയിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം പേരുകാരനാൽ അയാൾ രാജ്യദ്രോഹിയും തീവ്രവാദിയും ഒക്കെ ആയിക്കൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് വലിയ തോതിലുള്ള തീവ്രവാദിയായി തന്നെ PV അൻവർ മാറിയിരിക്കുന്നു. ഇടത് ആവാസ വ്യവസ്ഥയിൽ ഇരിക്കുകയും അതിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാവുകയും ചെയ്താൽ കേരളത്തിൽ ജീവിക്കുക സുഖമല്ല എന്ന് തന്നെ ആദ്യം പറഞ്ഞല്ലോ. സംഘപരിവാറിൻ്റെ ഇന്ത്യ പ്രോജക്റ്റിലെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട 2 അറ്റങ്ങളാണ് കാശ്മീരും അതുപോലെ തന്നെ കേരളവും. കാശ്മീർ ഇന്ന് വെട്ടിമുറിക്കപ്പെട്ട ഒരു രീതിയിലാണ്. ചോര വാർന്നു നിൽക്കുന്ന കാശ്മീരിൻ്റെ ഭാവി പ്രവചനാതീതമാണ് എന്ന് തന്നെയാണ് വടക്കൻ മേഖലയിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ രാജ്യതന്ത്രജ്ഞരും ഒക്കെ പറയുന്നത്. അവിടുത്തെ മനുഷ്യരുടെ നിസ്സംഗതയിൽ മറപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് ഇനിയും ഒരു വ്യക്തമായ വിവരം പുറം ലോകത്തേക്കില്ല. ആക്രമിക്കപ്പെട്ടവൻ്റെ നിശബ്ദത ഭീതിപ്പെടുത്തുന്നതാണ് എന്ന് കാശ്മീരിനെ നോക്കി പല ആളുകളും പുസ്തകങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. കാശ്മീർ കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയൊരു കീറാമുട്ടി. കേരളത്തെ വരുതിയിലാക്കാൻ ഏറെ കാലമായി അവർ സകല അടവുകളും പയറ്റി വരികയാണ്. ജനഹിതം ഒപ്പമാവില്ലെന്ന് കണ്ടാൽ മറ്റു വഴികൾ നോക്കിയാണ് സാധാരണ സംഘ ആളുകളുടെ ഒരു പ്രത്യേക രീതി. അതാണ് അവർ കേരളത്തിലെ പോലീസ് സംവിധാനം വഴി ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. പൂരം കലക്കിയും മലപ്പുറത്തെ ഇന്ത്യയുടെ മാഫിയ തലസ്ഥാനമാക്കിയും സംഘപരിവാർ ചെയ്യുന്ന വലയിലെ കണ്ണികളാണ് ഈ പറയുന്ന പല ADGPമാരും അല്ലെങ്കിൽ ADGP അനിൽകുമാറും SP സുജിദാസും എല്ലാം എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ വളരെ കലുഷിതമായി മുന്നോട്ട് പോകുന്നു. ഈ ദേശവിരുദ്ധ സഖ്യത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു അൻവറിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അൻവറിൻ്റെ പോരാട്ടം CPMന് പുറത്തേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ശക്തി കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പാർട്ടിക്ക് പുറത്തെ അൻവർ കൂടുതൽ ദുർബലനാകും. ഇപ്പോൾ കാണുന്ന ജനക്കൂട്ടമൊന്നും കൂടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിനു മുമ്പും പല നേതാക്കന്മാരും മലപ്പുറത്തേക്ക് കടന്നു വന്നപ്പോഴും ഇനി അതല്ലെങ്കിൽ CPM നിന്ന് പുറത്തുപോയി പുതിയ പാർട്ടി ഉണ്ടാക്കാനൊക്കെ പോയപ്പോൾ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ CPMൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞതുപോലെ മരണസമയത്ത് എന്താണ് പറയുക, ചുവന്ന കൊടി പുതപ്പിക്കണം, പതാക പുതപ്പിക്കണം എന്ന് പറഞ്ഞ പല നേതാക്കന്മാരെയുമാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇവരൊക്കെ അങ്ങനെ തന്നെ വരുമെന്നുള്ള രീതിയിൽ പല നേതാക്കന്മാരും പറഞ്ഞു. ലക്ഷ്യമില്ലാതെ അലയുകയും ഉത്തരമില്ലാതെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് അൻവറിൻ്റെ ഈ പറയുന്ന വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ് പൊതുവിലുള്ള ഒരു വിമർശനം. ഇതിൻ്റെ എല്ലാ നഷ്ടം കേരളത്തിലെ ജനാധിപത്യ മതേതര സമൂഹത്തിനാണ് എന്നുള്ളത്
ഒരിക്കലും അത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാനുള്ളത് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതായത് നിഗൂഢ ലോകത്തേക്കാണ് നിലമ്പൂർ MLA ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ള തരത്തിലാണ് വലിയ തോതിലുള്ള പ്രചാരണം കൊടുക്കുന്നത്. RS നേതൃത്വം നൽകുന്ന ഡീപ് സ്റ്റേറ്റ് എത്ര ആഴത്തിലുള്ളതാണെന്ന് നാട്ടുകാർ ഇത്ര വെളിവോടെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് എന്നും ഒരു വിഭാഗം പറയുന്നു. തങ്ങൾക്കെതിരായി പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ ഭരണ സംവിധാനത്തെപ്പറ്റി അവരുടെ നിയന്ത്രണത്തിലുള്ള നിയമ സംവിധാനങ്ങൾക്കകത്ത് അനായാസം കടന്നു കയറാൻ തങ്ങൾക്കാകും എന്നാണ് അവർ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. CPM-നെ 4 പാടിൽ നിന്ന് ആക്രമിച്ച് ക്ഷയിപ്പിക്കുക എന്ന മിഷൻ കേരളയാണിപ്പോൾ ഈ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളെല്ലാം ഒരുപോലെ പാർട്ടിയിൽ നിന്ന് അകലുകയാണെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ അവലോകന യോഗത്തിലും അതോടൊപ്പം തന്നെ അവരുടെ റിപ്പോർട്ടുകളിലും തന്നെ വ്യക്തമായിരുന്നു. പാർട്ടി അണികൾ തന്നെ ആത്മവിശ്വാസം ഇല്ലാത്തവരായി മാറുന്നതും കാണാതിരുന്നുകൂടാ. ഇതെല്ലാം തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച പാർട്ടി നേതൃത്വത്തിന് ഇല്ലാതായി വരുന്നിടത്താണ് സംഘോ അല്ലെങ്കിൽ അതുപോലുള്ള വൈതാളികൾ ഗൂഢസ്മിതം പൊഴിക്കുകയും കേരളീയർ പരാജയപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് അൻവറിനോടൊപ്പം നിൽക്കുന്ന മാനസികാവസ്ഥയെ ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല. കാരണം പല ഘട്ടങ്ങളിലായി പല സമയങ്ങളിലായി പലരും പ്രകടിപ്പിക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളുടെയും ഒരു ഒരു കോർത്തിണക്കിയ രൂപമാണ് PV അൻവർ പല വേദികളിലൂടെയും അല്ലെങ്കിൽ ദിനേന നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലൂടെയും വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് മലപ്പുറം ചന്തക്കുന്നിലെ ആ ജംഗ്ഷനിലേക്ക് ആയിരക്കണക്കിന് പുരുഷാരം നിരങ്ങി അല്ലെങ്കിൽ ഒഴുകിയെത്തിയത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് പട്ടാളപ്പള്ളിക്ക് സമീപത്തുള്ള മുതലക്കുളം മൈതാനിയിലേക്കും ഇതുപോലെ തന്നെ ആളുകൾ ഒഴുകിയെത്താൻ കാരണവും ഇതും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് പ്രത്യേകതരം ഈ പറയുന്ന അൻവറിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ ഒരു നെക്സസ് കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നെക്സസുകൾ അവസാനം അൻവറിനെയും കൊണ്ടേ അവർ പോകത്തുള്ളൂ. കാരണം ഇവർ നടത്തുന്ന കച്ചവടത്തിനകത്ത്, ഇവരുടെ കൂട്ടുകച്ചവടത്തിനകത്ത് ഒരു വിള്ളലുണ്ടാകുക എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റിന് സഹിക്കാൻ പോകുന്നില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ പുതിയ രാഷ്ട്രീയ മുഖങ്ങളോടെ നമുക്ക് വീണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കും.